അപ്പൊ അനിൽ ചേട്ടാ, സന്തോഷം. ഞങ്ങൾക്ക് നല്ല നല്ല പ്രൊമോഷൻ തന്നുകൊണ്ടിരിക്കുന്നു ചേട്ടന്റെ പേജിലൂടെ. ഞാൻ ചേട്ടന്റെ നാളെ കാശ് കടം മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്റെ അറിവിലില്ല. പിന്നെ എന്തിനാണ് ഇത്ര വിഷമം? പിന്നെ ഈ അവസരത്തിൽ ചേട്ടന്റെ പേജ് റീച്ച് കൂട്ടാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് ആഡ് ബൂസ്റ്റപ്പ് ചെയ്താൽ മതി. ബൂസ്റ്റ് പ്രൊമോഷൻ കൊടുത്താൽ മതി. പൈസ കുറവുണ്ടെങ്കിൽ ഞാൻ തരാം. അതിന് ഞങ്ങൾ വിറ്റ് കാശാക്കാൻ നോക്കണ്ട. ഓക്കെ, ചേട്ടന്റെ പണി തുടങ്ങ് കേട്ടാ. ചേട്ടന് വേറെ ഒരു പണിയില്ലെങ്കിൽ പാടത്ത് പോയി വില കിളക്കി, അല്ലാണ്ട് ഹൈറിച്ചുകാരൻ നെഞ്ചത്ത് കയറാൻ നടക്കല്ലേ. ഓക്കെ. തട്ടിപ്പ് കേസിൽ ഹൈറേഞ്ച് ഉടമകളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് KD പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും 212 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. മുൻ MLA അനിൽ അക്കര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തിരുന്നു. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്നിരിക്കുന്നു. ഹൈറേഞ്ച് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ പക്കൽ നിന്ന് കണ്ടുകിട്ടിയ 200 കോടിയിലധികം രൂപ സർക്കാർ ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ ഹൈക്കോടതി ഉത്തരവായി. പലിശയായി ലഭിക്കുന്ന പണം തട്ടിപ്പിനിരയായവരുടെ ബാധ്യത തീർക്കാൻ ഉപയോഗിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു. ED-യാണ് 212 കോടി രൂപ കണ്ടുകെട്ടിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോടതിയുടെ വളരെ നിർണായകമായ ഒരു ഇടപെടലാണ്. ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിരവധി പേർക്കാണ് പണം നഷ്ടമായത്. അവരെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. നിരവധി തവണ പരാതിയൊക്കെ പെട്ടെങ്കിലും പണം ലഭ്യമാകുന്ന കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. ED ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. ഏകദേശം 1500 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നായിരുന്നു ED-യുടെ പ്രാഥമികമായ വിലയിരുത്തൽ. ഹൈറിച്ച് ഉടമകളുടെ പക്കൽ നിന്ന് ഏകദേശം 212 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകിട്ടിയത്. നിലവിൽ കോടതി ഉത്തരവനുസരിച്ച് ഈ 212 കോടി രൂപ അത് സംസ്ഥാന സർക്കാരിന്റെ ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ അത് ഈ ബാധ്യത തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം കൂടി കോടതി വെച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉടമ അടക്കം, തട്ടിപ്പ് നടത്തിയ പ്രധാനപ്പെട്ട ആളടക്കം ഇപ്പോൾ നിലവിൽ ജയിലിൽ തുടരുകയാണ്. ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് P. ഗോപിനാഥിന്റെ ബെഞ്ചിന്റേതാണ് ഈ വിധി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.